സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. വായിച്ചോ. 3:1 മുതൽ, എഫേസ്യർ 3:1 മുതൽ. ആ ആ ബദ്ധനായിരിക്കും. ആ ആമേൻ. ആ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിയായി വന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്കാർക്കും അറിവായി വന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളും ഏകശരസ്ത്രം. ഇവിടെ ഈ മർമ്മം വെളിപ്പെടുത്തിയപ്പോൾ പൗലോസ് പറയുന്ന ഭാഗം ശ്രദ്ധിക്കതയോ മക്കളെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചോണേ. ആ മർമ്മം, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്കാർക്കും അറിവായി വന്നിരുന്നില്ല. പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വരുന്നില്ലെന്ന് പറഞ്ഞാൽ പൂർവകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരാരൊക്കെയാ? ഒത്തിരി പറയാനുണ്ട്. ഇതൊക്കെ പറയാൻ തുടങ്ങിയ പുതിയ നിയമത്തിലെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹാബേലിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. ആബേലിന് ആ മർമ്മം വെളിപ്പെട്ടില്ല. സ്തോത്രം. പിന്നെ ആർക്ക് വെളിപ്പെട്ടു? കർത്താവിന്റെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു. ഹാബേലിന് വെളിപ്പെട്ടില്ല. നോഹയ്ക്ക് വെളിപ്പെട്ടില്ല. പിന്നെ ഹാനോക്കിന് വെളിപ്പെട്ടില്ല. അബ്രഹാമിന് വെളിപ്പെട്ടില്ല. സ്തോത്രം. മോശയ്ക്ക് വെളിപ്പെട്ടില്ല. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന പഴയ നിയമ വിശുദ്ധന്മാരായ ഭക്തന്മാരുടെ ഒരു വലിയ നിര നമുക്ക് കാണാൻ കഴിയും. അവർക്കാർക്കും ഇത് വെളിപ്പെട്ടില്ല. എന്തൊരു അത്ഭുതകരമായ അനുഭവം. ദൈവത്തിന്റെ കൂടെ നടന്ന ഹാനോക്കിന് വെളിപ്പെട്ടില്ല. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന് വെളിപ്പെട്ടില്ല. യേശുക്രിസ്തുവിനെ നിഴലായി പ്രസംഗിക്കുന്ന യോസേഫിന് വെളിപ്പെട്ടില്ല. മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. മോശയ്ക്ക് വെളിപ്പെട്ടില്ല. ആ വെളിപ്പാടാണ് ഇവിടെ പറയുന്നത്. ആ മർമ്മം അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്കാർക്കും വെളിപ്പെട്ടിരുന്നില്ല. എന്താണ് ആ മർമ്മം? ജാതികൾ, ജെന്റിലൈസ്, ലോകത്തുള്ള ജാതികൾ മുഴുവൻ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളായി ഏക ശരീരസ്ഥരായി വാഗ്ദത്തത്തിന് പങ്കാളികളാണെന്നുള്ള മഹത്തരമായ മർമ്മം അവന്റെ അപ്പോസ്തലന്മാർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഏതാ പ്രാധാന്യത? ആർക്കാണ് പ്രാധാന്യത? 12 ഗോത്രങ്ങൾക്കാണോ 12 അപ്പോസ്തലന്മാർക്കാണോ? ഇതൊന്നും പറഞ്ഞു തരാനായിട്ട് പാസ്റ്റർമാരിവിടെ ഈ ഭൂമിയിൽ ഇല്ലാതെ പോയില്ല. അതല്ലേ കുഴപ്പം. കുറെ പിതാക്കന്മാരുണ്ട്, അവരൊക്കെ അസ്തമിച്ചു പോയി. അവരിൽ നിന്നാണ് ഉപദേശം കേട്ട് ഞാൻ പറയുന്നത്. അല്ല, എനിക്കൊന്നും പറയാനില്ല. പിതാക്കന്മാരുടെ പഠനമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചവിട്ടി തേച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് പലരും. ഈ പിതാക്കന്മാരുടെ പഠനത്തിലേക്ക് പുതിയ നിയമ സഭ വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രസംഗവും. മനസ്സിലായോ? അതിനുവേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപകടരേഖയിലൂടെ സഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. 94-കാരനായ ഒരു ദൈവപ്രതിനിധിയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക. കുരുടന്മാരായി, ദരിദ്രന്മാരായി, നഗ്നന്മാരായി ലവോദിക്ക അനുഭവത്തിൽ സഭ പോവുക. മടങ്ങി വരണം. ആത്മീയ കുരുട മാറണം, ആത്മീയ നഗ്നത മാറണം, ആത്മീയ ദാരിദ്ര്യം മാറണം. ആത്മീയ കുരുടങ്ങനെ മാറും. പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിൽ വചനം പഠിക്കണം, വചനം പ്രസംഗിക്കണം. ആത്മീയ ദാരിദ്ര്യം അങ്ങനെ മാറും. ദൈവസഭയുടെ സമ്പത്ത് പഥ്യവചനം, പഥ്യോപദേശമാണ്, അപ്പോസ്തലോപദേശമാണ്. അത് തിരിച്ചു പിടിക്കണം സഭ.
ആത്മീയ നഗ്നത എങ്ങനെ മാറും? രക്ഷാവസ്ത്രം, നീതിവസ്ത്രം പുതിയ നിയമ സഭ കിട്ടി, അത് രണ്ടും നഷ്ടപ്പെടുത്തി ഇപ്പം നഗ്നമായി കിടക്കുക. ഇത് തിരിച്ചു പിടിക്കണം, അല്ലാതെ സഭയ്ക്ക് ഉൽപ്രാപണമില്ല. കയ്യും കാലോട്ട് അടിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇടയ്ക്ക് ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു മെഗാ മീറ്റിംഗ് നടന്നു. എന്നോട് പലരും ചോദിച്ചു, പോയില്ലേ? നമ്മൾ പോയില്ല. സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞെങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയില്ല അവിടെ എന്തായി പറയണത്. ബോഡി ഓഫ് ക്രൈസ്റ്റിന് പോയി ചാപ്പാടൊക്കെ അടിച്ച് പുട്ടൊക്കെ അടിച്ചാൽ 2-3 ദിവസം ഉണ്ടായിരുന്നു. സൂപ്പറായിട്ട് ആൾക്കാർ ഒരു ഗുണവും ഉണ്ടായില്ലെന്നാണ് പലരും പറഞ്ഞു കേട്ടത്. ഒരു ഗുണവും ഉണ്ടായില്ലെന്നാണ് പലരും പറഞ്ഞിട്ട്. കാരണം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിൻ്റെ ശരീരം സഭയാണെങ്കിൽ സഭയുടെ ഉപദേശം പഠിപ്പിക്കണം. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം തന്നെ പഠിപ്പിക്കണം സഭയിൽ. ഹല്ലേലൂയ. ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികളാകണമെന്നുള്ളത് തന്നെ. ജാതികൾക്കുള്ള രക്ഷ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശത്തിലാണ് കിടക്കുന്നത്. മോശയുടെ പ്രമാണത്തിൽ അത് ഇല്ല. 3 തരം ലേലം ഉറപ്പിച്ചു. ഇനി ആരും അങ്ങോട്ട് കിടന്ന് തപ്പണ്ട. തപ്പി അവസാനം ഒരു പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: നമുക്ക് ആവശ്യമുള്ളതെല്ലാം പുതിയ നിയമ കുളത്തിൽ പിടിച്ചിട്ടിട്ടുണ്ട്, അവിടെ നിന്ന് തപ്പിപ്പെടുത്താൽ മതി. ഈ പുതിയ നിയമ ഉപദേശത്തിൽ കിടപ്പുണ്ട്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലാനുള്ള എല്ലാ ഉപദേശങ്ങളും അവിടെ കിടപ്പുണ്ട്. അവിടെ എവിടെയും കിടന്ന് തപ്പി അവസാനം നിരാശരായി, അവസാനം ഒരു ഗുണമില്ലാത്ത അവസ്ഥയിലായിത്തീരും. അതുകൊണ്ട് ഞാൻ ശക്തമായ ഭാഷയെ വിളിച്ചു പറയുക, എനിക്ക് പഴയ നിയമത്തോട് യാതൊരു എതിർപ്പുമില്ല. ഞാനത് മനോഹരമായി പ്രസംഗിക്കുന്ന ആളാണ്. കല്യാണസ്ഥലം വരുമ്പോൾ കല്യാണത്തിൽ പ്രസംഗിക്കുന്ന എന്താ? 45-ാം സങ്കീർത്തനം. അല്ലയോ കുമാരി കേൾക്കാ, ചെവി ചായിക്കുക. അത് യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് പറയല്ലേ. ഇപ്പം അതുപോലെ പ്രസംഗിക്കുന്നില്ലല്ലോ പലരും. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ കേൾക്കാറുള്ളൂ. മുഴുവൻ ഉദാഹരണങ്ങളും ചപ്പും ചവറും പറഞ്ഞ ഒന്നുമില്ലല്ലോ. അപ്പോസ്തലന്മാരുടെ ഉപദേശം പറഞ്ഞ് ഈ ഭാര്യയെ ഭർത്താവിനെ ഒന്ന് ബന്ധിപ്പിക്കുക, ഉഭയ സംബന്ധം ചൊല്ലിക്കൊടു. ഭാര്യ ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഞങ്ങളത് സെപ്പറേറ്റ് എഴുതി പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. യൂട്യൂബിൽ കിടപ്പുണ്ടാകും മെസ്സേജൊക്കെ. ഭാര്യ ചെയ്യേണ്ടത്, ഭർത്താവ് ചെയ്യേണ്ടത്, അപ്പന്മാർ ചെയ്യേണ്ടത്, മക്കൾ ചെയ്യേണ്ടത്, ദാസൻ ചെയ്യേണ്ടത്, യജമാനം ചെയ്യേണ്ടത് കിടപ്പുണ്ടെന്നേ പുസ്തകത്തിൽ. യൂട്യൂബിൽ കിടപ്പുള്ള പ്രസംഗങ്ങൾ ഇത് ശ്രദ്ധിച്ചു നോക്കിക്കോ. അല്ലല്ലോ, ഈ വാലും തുമ്പില്ലാത്തൊരു പോക്കായി ഇത് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനപ്രമാണത്തിൽ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനപ്രമാണത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. എൻ്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. എങ്ങനെയാണ് എൻ്റെ സന്തോഷം ഇരിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ചിട്ട് സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ നിങ്ങളിൽ എൻ്റെ സന്തോഷം ഉണ്ടാകും. അതിലൂടെ പറയുന്നത് നിങ്ങളുടെ സന്തോഷം, എൻ്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധിക സ്നേഹം ആർക്കുമില്ല. അത് കർത്താവ് ചെയ്ത മഹത്തരമായ പ്രവൃത്തിയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നിനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കർത്താവ് പിതാവിൽ നിന്ന് കേട്ടത് മുഴുവൻ എന്ത് ചെയ്യുക? നമ്മൾ അറിയിച്ചു. കർത്താവ് സ്വയമായിട്ടൊന്നും പറഞ്ഞില്ല. യോഹന്നാൻ 12 ഭാഗം കിടപ്പുണ്ട്. ഞാൻ നിങ്ങളെ തെളിയിച്ച് കേൾപ്പിച്ചു തരാം. 12-ാം അധ്യായത്തിൻ്റെ 48 വാക്യങ്ങൾ. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. മോശ പറഞ്ഞ വചനമല്ല നമ്മളെ ന്യായം വിധിക്കുന്നത്, കർത്താവ് പറഞ്ഞ വചനമാണ്. ശ്രദ്ധിച്ചോണേ. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. പെന്തക്കോസ്തുകാരെ കണ്ണ് തുറന്നൊന്ന് കാണണേ. കർത്താവ് പറഞ്ഞത് മുഴുവൻ പിതാവ് തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവൻ തന്നെ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത്
പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിതാവിനോട് കേട്ട വചനങ്ങളാണ് പുത്രൻ നമ്മളെ അറിയിക്കുന്നത്. ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കർത്താവ് തരുന്ന കൽപ്പനകൾ മുഴുവൻ പിതാവിൻ്റെ കൽപ്പനകളാണ്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം, 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. എൻ്റെ ദൈവം, ഒരു സെമിനാറിൻ്റെ വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഞാൻ ഈ സെമിനാർ എടുത്തിട്ടുണ്ട്, ഈ വാക്യം എടുത്ത് വായിച്ചു. ഈ വാക്യം വായിച്ചും വലിയ ക്ലാസ്സുകളായിട്ട് നടത്തിയിട്ടുണ്ട്. യൂട്യൂബിൽ കിടപ്പുണ്ട്, അതൊക്കെ തപ്പിയാൽ കിട്ടും. ഒത്തിരി പ്രസംഗങ്ങൾ കിടക്കുന്നുണ്ട്, തപ്പിയെടുക്കാൻ പാടാണ്. പക്ഷേ താല്പര്യമുള്ളവർ, ദാഹത്തോടുള്ളവർ തപ്പിയെടുത്താൽ കിട്ടും നിങ്ങൾക്കത്. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതാണ്. ദൈവത്തിൻ്റെ കൃപയിലേക്ക് ദൈവം നമ്മെ നടത്തിയതാണ്. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനാ? ക്രിസ്തുവാകുന്ന മുന്തിരിയിൽ വഴിയിൽ വസിച്ചുകൊണ്ട് ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായി തീരുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. കർത്താവ് നമ്മെ വിളിച്ചു, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. മനസ്സിലാക്കണേ, നമ്മളെ വിളിച്ചതും നമ്മളെ തിരഞ്ഞെടുത്തതും കർത്താവിലാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാനാണ്. മുന്തിരി യഹൂദന്റെ ആത്മീയ നിലവാരത്തെയാണ് കാണിക്കുന്നത്. നശിച്ചു കിടക്കുന്ന യഹൂദ ജാതിയെ വീണ്ടെടുക്കുവാൻ കർത്താവ് വന്നു. കർത്താവ് യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ രക്ഷ ജാതികളായ നമുക്ക് വന്നത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമേ. അവൻ സ്വന്തമായിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. യഹൂദൻ തള്ളിക്കളഞ്ഞപ്പോഴേ ഈ രക്ഷ നമുക്ക് വന്നത്. നമുക്ക് വന്ന രക്ഷ നമുക്ക് മാത്രമല്ല, യഹൂദനൊഴികെയുള്ള സകല ജാതികൾ. ഇന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദനും രക്ഷപ്പെടണമെങ്കിൽ കർത്താവിനെ അവൻ അംഗീകരിക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല. പക്ഷെ അവൻ്റെ കണ്ണ് ബ്ലൈൻഡായിരിക്കുക, കണ്ണടച്ചു വെച്ചിരിക്കുക. ഇപ്പം ജാതികളുടെ നേരെ ദൈവം തിരിഞ്ഞിരിക്കുക, ജാതികളെ രക്ഷിക്കാൻ. ജാതികളാകുന്ന നമ്മൾ നമ്മുടെ തന്നിഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു അപകടമാണ്. അതുകൊണ്ട് പാസ്റ്റർമാരും വിശ്വാസികളും ഒരു കാര്യം ഓർക്കേണ്ടത്, ജാതികളായ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ പത്യവചനം, പത്യോപദേശം, അപ്പോസ്തലന്മാർ യെരൂശലേമിനെ ഉപദേശം കൊണ്ട് നിറച്ചെന്നെഴുതിയിരിക്കുന്ന പോലെ ഈ ഉപദേശം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. യൂട്യൂബെല്ലാം ഈ പത്യവചനം, പത്യോപദേശം കൊണ്ട് നിറയട്ടെ. ഈ ചപ്പും ചവറും ഒക്കെ പ്രസംഗിക്കുന്നത് നിർത്ത്. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ക്രിസ്തുവിൻ്റെ പ്രമാണം പ്രസംഗിക്കുന്ന അനേകരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല, അനേകരുണ്ട്. പക്ഷെ ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ന്യൂ ജനറേഷൻ മുഴുവൻ കർത്താവിൽ നിന്ന് ജനത്തെ തെറ്റിച്ച് കളയുന്നവരാണ്. അതുകൊണ്ട് ഞാൻ വളരെ വേദനയോടെ പറയുന്നു, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്. മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ആത്മീയമായ ഫലങ്ങൾ കായ്ക്കണം. 6 മാസം 4 മാസമല്ല, കുറച്ച് നാൾ ഫലം കായ്ച്ച് പിന്നെ കാട്ടുമുന്തിരി കായ്ക്കുന്ന അനുഭവമില്ല. ദൈവസഭയ്ക്ക് സഫലന്മാരായി ഫലം എന്നേക്കും നിലനിൽക്കണം. വലിയ വാക്യം പറയുന്നത്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് തന്നെ നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും, അപ്പം നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ് അപേക്ഷിക്കേണ്ടത്. മനസ്സിലായോ? ലോകത്തുള്ള ഭൗതിക അനുഗ്രഹങ്ങളല്ല. ഇതിനെയൊക്കെ തെറ്റിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിട്ടില്ലെന്ന് വാക്യമെടുത്ത് ഉൾട്ടയായിട്ട് പ്രസംഗിച്ച് ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹത്തിലേക്ക് മനുഷ്യനെ വളച്ചൊളിച്ച് പ്രസംഗിപ്പിച്ച് അവരെ പറയുക നടത്തിക്കൊണ്ടിരിക്കുക. 2000, 3000, 4000, 8000 പേരെ വെച്ച് തിന്നുകൊണ്ടിരിക്കുക. എത്ര നാളെ തിന്നും? കർത്താവിൻ്റെ വരവ് വരെ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇരുകൂട്ടരും നരകത്തിലേക്ക്. അത് ഓർത്ത് പേടിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. ആളെ കൂട്ടുന്ന മാർഗമല്ല കർത്താവിൻ്റെ മാർഗം.
ഞാനൊന്ന് ചോദിക്കട്ടെ, യേശുവിൻ്റെ പുറകെ 500-600 പേര് പോയല്ലോ. ഇവരെന്തിനാ ഈ പുറകെ പോയത്? ഇവരപ്പം പെരുപ്പിക്കുമ്പോൾ തിന്നാൻ, രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ, ജോലി കിട്ടാൻ, ഭൗതിക കാര്യങ്ങൾക്ക്. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ പുറകെ പോകുന്നവർ. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാ? ഭൗതിക അനുഗ്രഹം കിട്ടാൻ. പണ്ട് പിതാക്കന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ച എന്തിനാ? ആത്മീയമായി എവിടെ നിൽക്കുന്നു? അപകടരേഖയിൽ നിൽക്കുകയാണോ? ആത്മീയമായി പുറകോട്ട് പോയോ? പിന്മാറ്റത്തിലാണോ? വചനം അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മശക്തി ഉണ്ടോ? ദൈവം ഉണ്ടോ? ഇതൊക്കെ ശോധന ചെയ്യാനാണ് ഉപവസിക്കുന്നത്. ഇന്നിപ്പോൾ വീടിന് വേണ്ടി, കാറിന് വേണ്ടി, ലോറിക്ക് വേണ്ടി, കണ്ടെയ്നറിന് വേണ്ടി, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതെല്ലാം പ്രാപിച്ചെടുത്ത് നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ ഗോളത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായി കൃത്യമായി വിളിച്ചു പറയുന്നു, നാം കർത്താവിൽ ആശ്രയിക്കുന്നത് ആത്മീകമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ദൈവരാജ്യം, ദൈവനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ്. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഒരു ആവശ്യത്തിൽ അധികം തരത്തില്ല. ആവശ്യത്തിൽ അധികം കിട്ടിയാൽ അത് അപകടമാണ്. ആ മർമ്മം പലർക്കും മനസ്സിലാകുന്നില്ല. വാരിക്കോരി കൂട്ടി വയ്ക്കുമ്പോൾ അപകടമാണ്. കയ്യിൽ വരുന്ന നന്മകൾ മറ്റുള്ളവർക്ക് കൊടുത്ത് 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 എന്ത് ചെയ്യണം? നമ്മളിൽ കുന്നുകൂടാൻ നമ്മൾ അനുവദിക്കരുത്. ലോക മനുഷ്യർ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അത് ദൈവം തന്നാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം തരുന്നതല്ല ഭൗതിക അനുഗ്രഹം, ദൈവം തരുന്നത് ആത്മീയ അനുഗ്രഹമാണ്. സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുന്ന അതാ ദൈവാനുഗ്രഹം. വിശ്വാസത്തിൽ സമ്പന്നത അതാ ദൈവാനുഗ്രഹം. പ്രത്യാശയുടെ സമൃദ്ധി അതാ ദൈവാനുഗ്രഹം. സ്തോത്രം. സകല നീതിദാനത്തിൻ്റെയും കൃപയുടെയും അനുഗ്രഹം, വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, സന്തോഷ സമൃദ്ധി, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി. അങ്ങനെ ആത്മീയമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാണ് പുതിയ നിയമം വിഭാവന ചെയ്യുന്നത്. അത് പ്രസംഗിച്ച് പ്രസംഗിച്ച് ഭൗതികമാക്കി ഇട്ടിരിക്കുക. അതിനെ തിരുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരാം. കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും എന്നെ പകച്ചിരിക്കുന്നു. കർത്താവിനെ പകച്ച ലോകം നമ്മെ പകയ്ക്കുമെന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 17:7. സോറി 17:7 17:7 7:7 യോഹന്നാൻ 7:7 സോറി 7:7 17 സോറി വായിച്ചേ. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന്, ആ ലോകത്തിൻ്റെ പ്രവൃത്തികളെ ദോഷമുള്ളതെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അതെന്നെ പകയ്ക്കും. ലോകത്തിൻ്റെ പോക്ക് ദൈവഹിതത്തിനല്ലെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ലോകം പകച്ചത്. പ്രമാണം കിട്ടിയ യഹൂദ ജാതി പ്രമാണം വിട്ടുപോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. കള്ളന്മാരുടെ ഗുഹയെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിനെ അവർ വായിക്കുക. സത്യം പറയുകൊണ്ടുള്ള ശത്രുവായിപ്പോയി. എല്ലാത്തിനും 4:16. ഇന്നും അതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഈ സത്യവചനം പത്യവചനം പറയുമ്പോൾ ലോകത്തിലെ ദൈവമക്കളെന്ന് പറയുന്ന ജഡീകന്മാർ ഞങ്ങളെ പകയ്ക്കുക. പകച്ചോട്ടെ, കുഴപ്പമില്ല. കർത്താവിനെ പകച്ച ലോകം ഞങ്ങളെയും പകയ്ക്കും. അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ചിലപ്പോൾ അതോടുകൂടി ചാകാനും ഇടയായിത്തീരും. ലോകത്ത് മാറ്റപ്പെടാനത് കാരണമായി തീരും. അങ്ങനെ മാറ്റപ്പെട്ടാൽ എൻ്റെ പ്രാണൻ നേടിയെന്ന കർത്താവ്. എൻ്റെ നിമിത്തം നഷ്ടപ്പെടുത്തിയാൽ നേടിയാൽ നഷ്ടപ്പെടുത്തിയതാ. ഇതൊക്കെ ആരാ നോക്കണേ? ഇതൊക്കെ ആർക്ക് വേണം പ്രിയമുള്ളവരെ? ജഡീകന്മാരെ കൊണ്ട് ഇന്നത്തെ ആത്മീയ കോളം നിറഞ്ഞു കിടക്കുക പ്രിയമുള്ളവരെ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഇവരെ ആത്മീയമായി ഉദ്ധരിച്ചെടുക്കാനാണ് ദൈവസഭ ശ്രമിക്കേണ്ടത്, ദൈവദാസന്മാർ ചിന്തിക്കേണ്ടത്. നശിച്ച് നാമവിശേഷമായി കിടക്കുന്ന ആത്മീയ കോളത്തെ ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ട് പോഷിപ്പിക്കാനാണ് ദൈവദാസന്മാർ ശ്രമിക്കേണ്ടത്. അല്ല മറ്റു രീതിയിലുള്ള ശുശ്രൂഷകളല്ല ചെയ്യേണ്ടത്. ഞാനത് ആഴത്തിൽ ആത്മാവിൽ ഹേമത്തോടെ പറയുക. അടുത്ത് വായിക്കാം. ലോകരായിരുന്നുവെങ്കിൽ സ്നേഹിക്കുമായിരുന്നു. ലോകരായിരിക്കാതെ ലോകത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു.
പെന്തക്കോസ്തുകാരെ ലോകം തല്ലുന്നത് എന്തിനാ? കർത്താവ് ലോകം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. ഈ വടക്കേ ഇന്ത്യയിലേക്ക് ഈ ഈ ഈ ഈ പീഡ വരുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന് പാട്ടുപാടല്ല ചെയ്യേണ്ടത്. വീടുകളിലോ കൂടി വരെ മരത്തള്ളിയിരുന്ന് ആത്മാവിൽ ആരാധിക്കണം. ഞങ്ങളെ ഹോള് വിളിച്ചു കളഞ്ഞു, ഞങ്ങളെ പാസ്റ്റർ തല്ലി, ഞങ്ങൾ ഇന്നയാളെ കൊന്നു, കർത്താവെ എന്താ ഇടപെടാത്തത്? ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കേ. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് അങ്ങോട്ട് ജീവിച്ച് പ്രാർത്ഥിക്കേ. ചുമ്മാ കിടന്ന് പ്രാർത്ഥിച്ച് ജന്മം പാടാക്കല്ലേ. പെന്തക്കോസ്തുകാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പറയും പാസ്റ്റർ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ നന്മ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ സാത്താൻ തരും നിങ്ങൾക്ക്. അതുകൊണ്ട് എന്താ കാര്യം? ആത്മീകമായി നീ എവിടെ നിൽക്കുന്നു? നിന്റെ പ്രത്യാശ, നിന്റെ വിശ്വാസം, നിന്റെ വിശുദ്ധി, നിന്റെ വേർപാട്, നിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ, അതിൻ്റെ മെഷർമെന്റ് എവിടെ? എവിടെ പോയില്ലേ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ പകച്ചാൽ ആശ്ചര്യപ്പെടുന്നത് നമുക്ക് മുമ്പ് ലോകം കർത്താവിനെ പകച്ചു. അടുത്ത വാക്യം വായിച്ചോട്ടെ, വായിച്ചു നിർത്താം. ഓർപ്പി, അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. ദൈവമക്കളെ, അവർ കർത്താവിനെ ലോകം ഉപദ്രവിച്ചെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുമെന്ന്. നമ്മൾ കോടതിയിലും കേസിനും വേണ്ടി പോകണ്ടെന്ന്. ഇന്നിപ്പം കേരളം ഭരിക്കാൻ, MLA ആകാൻ, പ്രതിപക്ഷത്തും ഇരിക്കാൻ നമ്മുടെ പാസ്റ്റർമാർ കിടന്ന് അക്രാന്തം കാണിക്കുക. എന്ത് കണ്ടുകൊണ്ട് അവർ കാണിക്കുന്നേ? കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ പകച്ച ലോകം നിങ്ങളെ പകയ്ക്കും. നമ്മളെന്ത് ചെയ്യണം? ആ ഏത് നിലയിലാണ് നമ്മളെ പകച്ചത്, ആ അവസ്ഥയിൽ കിടന്ന് നിലവിളിക്കണം ദൈവത്തോടെ. ഇനി മരിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ മരിച്ചു പൊക്കോട്ടെ, കുഴപ്പമില്ല. ഒരു രക്തസാക്ഷിയായി നീ തീര്, സ്വർഗത്ത് പ്രതിഫലം വലുതല്ലേ. ഇവിടെ കിടക്കുന്ന രാഷ്ട്രീയക്കാരുടെ കൂടെ പോയി ഭരണം നടത്തി അവരുമായിട്ട് തല്ലുപിടിച്ച് ബഹളമുണ്ടാക്കി വഴക്കുണ്ടാക്കി ഈ ലോകത്തോട് അൻപവരാകരുതെന്നല്ലേ വചനം. ഈ ലോകത്തോട് അൻപവരായിരിക്കാൻ ഞങ്ങൾ ലോകത്തിൽ തിരഞ്ഞെടുത്തു എന്നല്ലേ വചനം. ലോകക്കാരെ പോലെ ജീവിക്കരുതെന്നല്ലേ വചനം. ഇതെന്താ മനസ്സിലാകത്തെ? കാരണം തലമണ്ടയിൽ മറ്റവൻ കയറിയിരിക്കുക. ഭൗതികം, രാഷ്ട്രീയക്കാരെ കാശുണ്ടാക്കുന്ന പോലെ, രാഷ്ട്രീയക്കാരെ സ്ഥാനമാനങ്ങൾ വഹിച്ചു കയറുന്ന വിലസുന്ന പോലെ വിലസണം. പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാരായി തലപ്പത്തിരിക്കുന്നവര് ആത്മീയരാകുന്നില്ലെങ്കിൽ, അപ്പോസ്തലന്മാരെ പോലെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, നിങ്ങൾ കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. അവരെ പോലെ ആത്മീയരായി വരുന്നില്ലെങ്കിൽ ഒരെണ്ണം സ്വർഗത്ത് വാങ്ങണത്തില്ല. തീർത്തും പറയാൻ ശുശ്രൂഷകന്മാരെല്ലാം പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ സർവ്വതും വിറ്റെന്ന് പറഞ്ഞാൽ എല്ലാം വിറ്റ് പറക്കി കൊടുക്കാനൊന്നുമല്ല. വിറ്റവരുമായിട്ട് പോകുന്ന പറയാം, എല്ലാം വിറ്റ് പറക്കി കൊടുത്ത് കല്യാണം കഴിക്കാതെ ഇങ്ങനെ പോകാനല്ല. വിവാഹത്തോടെ തന്നെ കർത്താവിനെ സേവിക്കാൻ കഴിയും. അങ്ങനെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ശുശ്രൂഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, മക്കളെ അനുസരണത്തിൽ വളർത്തുന്നവനായിരിക്കണം. അത് തന്നെയാണ് പുതിയ നിയമം പഠിപ്പിക്കുന്ന ലേഖനങ്ങളൊക്കെ ശക്തമായി പഠിപ്പിക്കുന്നു. തിമോഥെയോസിൻ്റെ ലേഖനവും തീത്തോസിൻ്റെ ലേഖനവും ശുശ്രൂഷകൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. വലിയ വിശുദ്ധനൊന്നും ആകണ്ട. ആയിക്കഴിയുമ്പം സാത്താൻ ആടി പടലം തകർത്തുകളെ എത്രയോ ചരിത്രങ്ങൾ കേൾക്കാനുണ്ട്. പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുടെ എത്രയോ ചരിത്രരേഖകൾ നിങ്ങളത് പരിശോധിക്കുക. പഴമക്കാരായിട്ടുള്ള പലരോട് പരിശോധിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുടുംബവും കുട്ടികളൊക്കെ ഓടുകൂടി കർത്താവിനെ സേവിച്ച് മുൻപോട്ട് പോകാൻ ഒരു തടസ്സവും ഇല്ല. അതിഭക്തന്മാരാകണ്ട നമ്മൾ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അടുത്ത എൻ്റെ 32-ാം വാക്യം, 21 വായിച്ചാൽ. ആ ആ ആ ചെയ്യുന്നു, വായിക്കുന്നു. ആ സംസാരിക്കാതിരുന്നെങ്കിൽ ആ ആ ആ യഹൂദന്മാരോട് കർത്താവ് ഒന്ന് സംസാരിക്കാതിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സംസാരിച്ചപ്പോൾ അവർ പാപമായി മാറി. അവർ ദൈവത്തോട് കണക്ക് കൊടുക്കണം. മനസാന്തരപ്പെട്ടില്ലേ അവർ നശിച്ചു പോകും. പുത്രൻ വന്നിവിടെ പറഞ്ഞത് മുഴുവൻ പിതാവിൻ്റെ ഉപദേശങ്ങളാ. പെന്തക്കോസ്തുകാർക്ക് അത് മനസ്സിലായിട്ടില്ല നല്ലവണ്ണം. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി പിതാവ് കൊടുത്ത ഉപദേശങ്ങളാണ് പുത്രൻ കൊടുത്തത് മുഴുവൻ. മോചന പ്രമാണമല്ല. ഒന്നുകൂടി തെളിച്ച് പറയാം,
ജാതികളായ ജെന്റിലൈസ് നമുക്ക് വേണ്ടിയുള്ള രക്ഷാവചനങ്ങളാണ് പിതാവ് പുത്രനെ ഏൽപ്പിച്ചത്. പുത്രനാണെന്ന് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാനവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാനവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17 1 മുതൽ 20 വരെ 10-50 പ്രാവശ്യം വായിച്ചേ, 100 പ്രാവശ്യം ഒന്ന് വായിച്ചേ. ഇതെല്ലാം തലയിലോട്ട് കയറും. മത്തായി 28:20 യോഹന്നാൻ സുവിശേഷം 17 2 കൊരിന്ത്യർ 5:17 മുതൽ 20-21 വാക്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ വചനം ഞങ്ങളുടെ പക്കൽ, ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ അവരെ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. അടുത്ത് വായിക്കാം. എന്നെ പഹിക്കുന്നവന്റെ പിതാവിനെയും പഹിക്കുന്നു. പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരെന്നെയും യഹൂദന്മാർ കർത്താവിനെ പകച്ചു. കർത്താവിന്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞു. അവസാനം കർത്താവിനെ പിടിച്ച് ക്രൂശിച്ചു. യഹൂദ ജാതി ഇസ്രായേൽ മക്കൾ കർത്താവിനെ ക്രൂശിച്ചതാണ് യഹൂദ ജാതി പ്രവാസികളായി പോകാനുള്ള കാരണം. 160 രാഷ്ട്രങ്ങളിൽ അവർ ചെതറിപ്പോയി. നിന്റെ രക്തം ഞങ്ങളുടെ പേര് ഞങ്ങളുടെ സന്തതികളുടെ വരട്ടെന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആ നിലവിളിയാണ് യഹൂദനെ ഹിറ്റ്ലർ 60 ലക്ഷം ഗ്യാസ് ചാമ്പറിൽ കയറ്റി കൊന്നു. എവിടെയെല്ലാം ചെതറിപ്പോയോ അവിടെയെല്ലാം യഹൂദനെ ക്രൂരമായി കൊന്ന് കൊലവിളി നടത്താനിടയായി. യഹൂദന്റെ രക്തം കൊണ്ട് കൊഴുപ്പ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കി UK ലണ്ടനിൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവിടെ ആരെങ്കിലും പോകുന്നെങ്കിൽ അന്ന് കണ്ടിട്ട് പോരണേ. അന്നൊരു ദൃക്സാക്ഷികളായിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. ചരിത്രത്തിൽ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. UK എൻ്റെ ഒരു പയ്യനുണ്ട്, അവനോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആ മ്യൂസിയത്തിൽ പോയിട്ട് യഹൂദൻ്റെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ സോപ്പ് ഒന്ന് കണ്ടിട്ട് വാ. നീ കണ്ട ദൃക്സാക്ഷികൾ പറയുന്നതാണല്ലോ നമുക്ക് വാല്യൂ ഉള്ളത്. 1 യോഹന്നാൻ്റെ ലേഖനം പഠിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതല്ലേ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. 2000 വർഷം മുമ്പ് കർത്താവ് വന്നപ്പോൾ ഭൂമിയിലുണ്ടായ അപ്പോസ്തലന്മാർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും അവരെ പറഞ്ഞതും പഠിപ്പിച്ചതല്ലേ അവർ നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവ് നമ്മൾ സംസാരിച്ചോ? കർത്താവ് ഇവിടെ വന്നപ്പോൾ നമ്മളിവിടെ ഉണ്ടോ? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ചിലർ പുറങ്കാലൂടെ തട്ടിക്കളയാ. കാരണം എന്താ? ബോധമില്ലാഞ്ഞിട്ട്. കർത്താവ് വന്നപ്പോൾ ഈ ഭൂമിയിലുണ്ടായിരുന്നത് ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. ഗലീല പുരുഷന്മാരായ കർത്താവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. മീൻ പിടിക്കുന്നവരെ തിരഞ്ഞെടുത്തു. അവിടെ ബുദ്ധിജീവികൾ, ഗ്രീക്കേഴ്സ് ഉണ്ടായിരുന്നു, യഹൂദന്മാരുണ്ടായിരുന്നു, വലിയ വലിയ സ്റ്റോയിക്കുകൾ, ജ്ഞാനികളുണ്ടായിരുന്നു. ഇവരാരും തിരഞ്ഞെടുത്തില്ല. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വായിച്ചു കൊടുക്കുമ്പോൾ ബലഹീനന്മാരെയും പോഷന്മാരെയും വായിച്ച് പഠിച്ചോണം. അത് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ ലാസ്റ്റ് വരെയുള്ള വാക്യം വായിച്ച് പഠിച്ചോളം. ബലഹീനന്മാര്, പോഷന്മാര്, ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുത്തു. അവരെ തിരഞ്ഞെടുത്ത് അവരെ വചനം ഭരമേൽപ്പിച്ചു. പിതാവ് പുത്രന് കൊടുത്ത വചനം അവരെ ഭരമേൽപ്പിച്ചു. അവരത് നമുക്ക് തന്നിരിക്കുക. തട്ടിക്കളയരുത്. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം തള്ളിക്കളഞ്ഞാൽ ക്രിസ്തുവിനെ തള്ളുകയാണ്, അതിലൂടെ പിതാവിനെ തള്ളുകയാണ്. പിന്നെ നമുക്ക് രക്ഷയില്ല. ഈ മാർമിക സത്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ കഥയറിയാതെ ആട്ടം കാണരുത് എന്നെൻ്റെ അപേക്ഷ. എത്ര മനോഹരമായ നിലയിൽ ഈ വചനം നമുക്ക് തരിക. അടുത്ത വായിക്കൂടി വായിച്ചാട്ടെ. തന്നെ അടുത്ത് ഈ വചനം എന്നെ ഇന്നലെ ചിന്തിപ്പിക്കാനുണ്ട്. ഇന്നലെ ഞാൻ ധ്യാനിച്ചപ്പോൾ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു സാരം പൗലോസല്ലേ പറഞ്ഞേക്കുന്നു. ഈ ഊതിയിടാനും ഒന്തിയിടാനും കുരപ്പിക്കാനും ചിരിപ്പിക്കാനും ഛർദ്ദിപ്പിക്കാനും 1 ഊതുമ്പോൾ 4 കാരണം അറിയുന്നവനൊക്കെ എന്നാ ഉപദേശം പഠിപ്പിക്കാനാണ് സഭയിൽ. എനിക്കറിയാം കുറേ പേര് അമേരിക്കയിൽ, ലണ്ടനിൽ, എല്ലായിടത്തും പോയാലും തലകുത്തി വീഴില്ല പണി. ഇവിടെ കിടന്ന് കുറേ ബഹളം വയ്ക്കുക. എവിടെ പുറകെ പോകുന്നവരുടെ ഗതികേട് കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ല പറഞ്ഞല്ല. സത്യാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയും. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
16-ാം അധ്യായത്തിൻ്റെ ഒരു 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ആ, പ്രയോജനം വരികയില്ല. ആ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായീതിയെക്കുറിച്ചും ലോക മനുഷ്യന് ബോധ്യം വരുത്തും. നമ്മൾ ഈ വചനം പ്രസംഗിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവം ബോധം വരുത്തും. ഇന്ന് വിശ്വാസികളെന്നവർക്ക് പാപബോധമില്ല, ശുശ്രൂഷകന്മാർക്ക് പാപബോധമില്ല. ഏത് പാപം ചെയ്യാൻ അവർക്ക് മടിയില്ല. ഏത് തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും. ഞാൻ പറഞ്ഞല്ലോ, ഭൗതികം മറ്റുള്ളവരിൽ നിന്ന് കവർന്നെടുക്കുന്നതിന് ഏത് ഹീനമായ മാർഗം ഉപയോഗിക്കും. 10% കൊടുക്കുന്നവന് 20 തരണം 30 തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ദ്രവ്യാഗ്രഹികള്. 7 മെഷീൻ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക ഭൗതികം. ഇതൊക്കെ വാങ്ങിക്കൂട്ടിട്ട് എന്താ അവർ ചെയ്യണേ? ഹല്ലേലൂയ. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്ന് ഭൂമിയിൽ നിലച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ആത്മീകരെന്ന് പറയുന്നവരിൽ പാപബോധമില്ല, സത്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല, പരിജ്ഞാനമില്ല, വിവേകമില്ല. ദൈവവചനം അതിൻ്റെതായ വ്യവസ്ഥയിൽ അവർ പ്രസംഗിക്കുന്നില്ല. പാപബോധമില്ല. ദ്രവ്യാഗ്രഹത്തിൻ്റെ കപട വാക്കുകൾ പറഞ്ഞവർ ചെയ്തുകൊണ്ടിരിക്കുക. 2 പത്രോസ് 2-ാം അധ്യായത്തിന് 1 വാക്യം വായിച്ച് ഞാൻ നിർത്താൻ പോവാം. 2 പത്രോസ് 2-ന്റെ 1 മുതൽ. ഹല്ലേലൂയ. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവാത്മാവിന്റെ പ്രവൃത്തി. കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുർവിരക്ഷകന്മാരുണ്ടാകും. അവർ നാശകരമായ മഴഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. ഇപ്പോ ഇന്നത്തെ ദുർവിരക്ഷകന്മാർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് സഭയെ വിറ്റ് തിന്നുക, ക്രിസ്തുവിന്റെ ഉപദേശത്തെ വിറ്റ് തിന്നുക. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറയുക. വിശ്വാസികളുടെ കയ്യിലിരിക്കുന്ന പണം അടിച്ചു മാറ്റാനുള്ള പ്രയോഗങ്ങൾ നടത്തുകയാണ്. പരിശുദ്ധാത്മാവില്ല. ഇവരിൽ ദൈവത്തിന്റെ ആത്മാവല്ല, ലോകത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇവർക്ക് പാവബോധം ഉണ്ടാകുക. കർത്താവ് എന്താ പറഞ്ഞത്? സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്തവർ ദൈവത്തിൽ നിന്നുള്ളവരല്ലെന്ന്. അവർ വഞ്ചനയുടെ ആത്മാവാണ് അവരിലുള്ളതെന്ന് ഞാനല്ല, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. 1 യോഹന്നാൻ 4:6. അതുകൊണ്ട് നല്ല മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ വസിച്ച് നമുക്ക് ഫലം പുറപ്പെടുവിക്കാനിടയായിത്തീരാം. യഹൂദൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അത് പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ഉണ്ടായി. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അത് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. പക്ഷേ ഞാനത് വായിച്ചങ്ങ് നിർത്താം. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. ഞാനത് വായിച്ചോളാം. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ 1 വാക്യങ്ങൾ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമന് ഒരു പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിലെ കല്ല് പറക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുക്കൊരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നാറേ, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളെ, യഹൂദാ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്നൊരു കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കാം. ഞാൻ അതിന് വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അതിൻ്റെ നടുതല, മനോഹരമായ നടുതല,
യഹൂദ പുരുഷന്മാരും ആകുന്നു. ഇസ്രയേൽ ജാതിയും ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടു, തടമെടുത്തു, വളമിട്ടു, സംരക്ഷണങ്ങളെല്ലാം കൊടുത്തു. അവർ ഫലം കായ്ച്ചില്ല. അവർ കാട്ടുമുന്തിരിക കായ്ച്ചു, അവരെ പറിച്ചു കളഞ്ഞു. അവരുടെ മതിലിടിച്ചു കളഞ്ഞു. മതിൽ സംരക്ഷണമായി കാണിക്കുന്നത്. ആ കാട്ടുമുന്തിരിക കായ്ച്ചുകൊണ്ട് യഹൂദനെ ദൈവം പറിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, ചെതറിച്ചു കളഞ്ഞു. ലക്ഷങ്ങളെ ജാതികൾ കൊന്നൊടുക്കി. ആ സ്ഥാനത്താണ് നല്ല മുന്തിരിവള്ളിയാകുന്ന കർത്താവിനോട് ചേർന്ന് വസിക്കുവാനുള്ള ഉപദേശം പുതിയ നിയമസഭയ്ക്കായ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. അവരെ നശിപ്പിച്ചു കളഞ്ഞേക്കുന്നു. റോമർ 11 പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. റോമർ 11 അത് ഒലിവായിട്ടാണ് ആ വിഷയം പറയുന്നതെങ്കിലും അതിൻ്റെ ആത്മീയമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ. ഇവിടെ കാട്ടൊലിവ് നല്ലൊലിവ് എന്നുള്ള വിഷയത്തിലാണ് പഠിപ്പിക്കുന്നത്, മുന്തിരിയായിട്ടല്ല. അതിൻ്റെ റോമാലേഖനം 11:17 മുതൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നത് എന്നോർക്കാം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്നിനി പറയും. ശരി, അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, എളിയാതെ ഭയപ്പെടുക. ഈ വാക്യമാണ് 21ഉം 22ഉം വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ, മുന്തിരിവള്ളിയാകുന്ന യഹൂദനെയും കർത്താവിൻ്റെ ജനമായ സ്വന്തം ജാതിയെയും ദൈവം ആദരിക്കാതെ തള്ളിക്കളഞ്ഞെങ്കിൽ, അവിടെ മതിലിടിച്ചു കളഞ്ഞെങ്കിൽ, ഇവിടെ ഒലിവെന്നുള്ള നിലയിലാണ്, യഹൂദൻ്റെ രാഷ്ട്രീയ നിലവാരത്തെയാണ് ഒലിവ് കാണിക്കുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. സ്വത്രം. അവർ തകർന്ന് തരിപ്പണമായി. കാരണം എന്താ? പ്രമാണം അനുസരിക്കാത്തതുകൊണ്ട്, മോശയ്ക്ക് പ്രമാണം അനുസരിക്കാത്തതുകൊണ്ട്. സ്തെഫാനോസ് മരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങളത് പ്രമാണിച്ചിട്ടില്ല, നിങ്ങൾ അനുസരിച്ചില്ല. അവർക്ക് കൊടുത്ത പ്രമാണം അവർ അനുസരിക്കാതെ അവർക്ക് കൊടുത്ത മഷിയെ അവർ തള്ളിക്കളഞ്ഞു. തന്നിമിത്തം അവർ ചെതറിക്കപ്പെട്ടു. അതുപോലെ ആ മഷിക നമ്മുടെ രക്ഷകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമ്മുടെ ദത്തെടുപ്പുകാരനായി, നമ്മളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനായി പൗലോസ് കർത്താവിനെ പഠിപ്പിക്കുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവിശ്വാസത്താൽ നിലനിൽക്കാൻ ഞാൻ നിന്നെ ഒട്ടിക്കും. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയാൽ ദൈവം നിന്നെയും ആദരിക്കാതെ വന്നു. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിൻ്റെ ദയയും കണ്ണിതവും കാണുക. അപ്പോൾ കാട്ടൊലിവായ നിന്നെ നല്ല ഒലിവ് ഫലം കായ്ക്കാത്തതുകൊണ്ട് വെട്ടിക്കളഞ്ഞ് നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ചിരിക്കുക. നീ ഫലം കായ്ച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവിക കൊമ്പായ യഹൂദനെ, യഹൂദ ജാതിയെ ആദരിക്കാത്ത ദൈവം ജാതികളാകുന്ന എന്നെയും നിന്നെയും പെന്തക്കോസുകാരെ വെട്ടിക്കളയുമെന്ന പൗലോസ് എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ എടുത്ത് സഭയെ പഠിപ്പിക്കുക. വിശ്വാസികൾ ഭയപ്പെടട്ടെ. യഹൂസനെ തകർത്ത് കളഞ്ഞ, ചെതറിച്ച് കളഞ്ഞ ദൈവം നമ്മെ ചെതറിച്ച് കളയല്ല ചെയ്യുന്നത്, നമ്മളെ നരകത്തിലോട്ട് തള്ളിക്കളയും. അതാ ദൈവം ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതം, വീണുപോയവർ ദൈവത്തിൻ്റെ ഖണ്ഡിതം. ഇസ്രായേൽ നിന്ന് പുറപ്പെട്ട് 30,000-40,000 പേര് മിര്യാമിൻ്റെ നേതൃത്വത്തിൽ സംഗീത നിശയും നടത്തി പാട്ടും പാടി സന്തോഷിച്ച് പുറപ്പെട്ടു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി? മിക്ക പേരും മരുഭൂമിയിൽ പെട്ടുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, നിന്നിലോ നീ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. നല്ല മുന്തിരിവള്ളിയാകുന്ന യഹൂദൻ്റെ സംരക്ഷണം ദൈവം എടുത്തു മാറ്റി ലോകം മുഴുവൻ ചെതറിച്ച് അവരെ മുഴുവൻ കൊന്നൊടുക്കി, ജാതികൾ കൊന്നൊടുക്കി. ഒരു ചെറിയ ശേഷിപ്പിനെ കൊണ്ട് പിന്നെയും ദൈവം അവരെ വളർത്തിയെടുത്തു. അത് യഹൂദനോടുള്ള ദൈവത്തിൻ്റെ കരുണ. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ദൈവം കൊടുത്ത വാഗ്ദത്ത പ്രകാരം അവരെ ദൈവം മടക്കി വരുത്തി, അവരെ അറ്റി തളർത്തു. എൻ്റെ വരവ് വാതിക്കൽ. നമ്മൾ ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിച്ച്
നല്ല മുന്തിരിവള്ളിയാകുന്ന കർത്താവിനോട് ചേർന്ന് നല്ലൊരു ശാഖയായി ദൈവസഭയ്ക്ക് സബലന്മാരായി ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഉപ്പ് പോലെ രുചിച്ച് വെളിച്ചം പോലെ പ്രകാശിച്ച് ദൈവസഭയ്ക്ക് സബലന്മാരായി നിൽക്കുന്നില്ലെങ്കിൽ നല്ല മുന്തിരിവള്ളിയാകുന്ന ആ യഹൂദനെ ദൈവം സംരക്ഷണ കൊടുക്കാതിരുന്നത് പോലെ, ഒലിവിന് ദൈവം സംരക്ഷണം ഇരിക്കാതെ അതിനെ പറിച്ച് ഒടിച്ച് കളഞ്ഞതുപോലെ, വെട്ടിക്കളഞ്ഞതുപോലെ നമ്മളെയും വെട്ടിക്കളയും. അതാ വചനം. മുന്തിരിവള്ളി ഫലം കൊടുക്കാത്തത് കൊണ്ട് അതിനെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. ഒലിവ് ഫലം കൊടുക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ നശിപ്പിച്ചു. ജാതികളായ നമുക്ക് ഈ രക്ഷ കൈവന്നിരിക്കുക. ലോട്ടറി അടിച്ചതിനേക്കാൾ വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നഷ്ടപ്പെടുത്തി കളയരുത്, തുലച്ച് കളയരുത്. ഈ പത്യോപദേശം കുടിച്ച് മൂടരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവനും ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ സന്ദേശം കുറച്ച് കട്ടിയാണെങ്കിലും ഇത് കേട്ട് അതിന് ഭാഗം സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.